അപ്പോൾ നമ്മൾ കൂടല്ലൂരുണ്ട്, നമ്മുടെ പള്ളിയുടെ ഫ്രണ്ട് ഭാഗമാണ്. വർക്കൊന്നും ഈ സൈഡൊന്നും കഴിഞ്ഞിട്ടൊന്നുമില്ല. ഈ സൈഡൊക്കെ നമ്മൾ നിലയിട്ട് തേക്കാനുള്ള പരിപാടിക്ക് എല്ലാം നിലയാക്കിയിട്ട് സെറ്റ് ചെയ്ത് വെച്ചേക്കണം. അപ്പം മഴ കാരണം നമുക്ക് തേക്കാൻ പറ്റണില്ല കേട്ടോ. അപ്പോൾ ഇന്നൊരു ദിവസത്തേക്ക് നമുക്ക് സ്ഥലം മാറ്റമുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ടൂൾസും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടി നമ്മൾ സൈഡിൽ വന്നേക്കണം. അപ്പോൾ ഇതാണ് ആ ഫ്രണ്ട്. ഇപ്പുറ സൈഡൊക്കെ നമ്മൾ തേപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞേക്കണേ കേട്ടോ. അപ്പോൾ ഈ സൈഡൊക്കെ കഴിഞ്ഞേക്കാണ്. അപ്പോൾ ഇനി ഒരു സൈഡും കൂടിയും കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഇവിടുന്ന് പോരും കേട്ടോ. ഈ ഫ്രണ്ട് തേക്കാനുള്ളൊരു പരിപാടിക്ക് വേണ്ടിയാണ് നമ്മൾ ഇവിടെ എത്തിക്കുന്നത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഉൾഭാഗം ഷീറ്റ് വർക്കും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അതൊന്നും കഴിഞ്ഞിട്ട് വേണം തേക്കാൻ കേട്ടോ. കുറച്ച് പണികൾ ബാക്കിയൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഫ്രണ്ട് മാത്രം തേച്ചിട്ട് നമ്മൾ ഇവിടുന്ന് പോരും എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് കാർക്കുടി എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് പോകുന്നത്. അപ്പോൾ അവിടെയാണെന്നുണ്ടെങ്കിൽ നമ്മളെ പറഞ്ഞ് മോഹിപ്പിച്ചതിനാണെന്ന് നമുക്കറിയില്ല. അവിടെ മാനുണ്ട്, മയിലുണ്ട്, ഒട്ടൊക്കെ ഉണ്ടെന്നും പറഞ്ഞാണ് നമ്മളെ ഇവിടുന്ന് കൊണ്ടുപോകണത് കേട്ടോ. വർക്ക് ചെയ്യാനാണെങ്കിലും നമ്മൾ ഒരു സ്കിളിൻ്റെ വർക്കിന് വേണ്ടിയാണ് നമ്മൾ ഇവിടുന്ന് പോകണത്. അപ്പോൾ ഇവിടുത്തെ നമ്മുടെ ടീമിൻ്റെ വർക്ക് തന്നെ ഉണ്ടാവും. അപ്പം എന്തായാലും അങ്ങനെ പറയുമ്പോൾ നമ്മൾ പോകാമെന്ന് വിചാരിച്ച്. ഇതാണ് ആ സ്കിളിൻ്റെ ഫ്രണ്ട് ഭാഗം. 1ാം ക്ലാസ് തുടങ്ങി 10ാം ക്ലാസ് വരെയുള്ള സ്കൂളാണ്. ചെറിയൊരു സ്കൂളാണ് എങ്കിലും അധികം പിള്ളേരൊന്നും ഇല്ല കേട്ടോ. ഇത് കോളനി ഭാഗമാണ്, ആദിവാസി കോളനി ഭാഗമാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അധികം പിള്ളേർ സെറ്റൊന്നും ഉണ്ട്. ഫോറസ്റ്റ് ഏരിയയാണ്. അപ്പം മയിലിൻ്റെ ഫോട്ടോസൊക്കെ അവിടെ ഫ്രണ്ടിൽ തന്നെ ഇരിപ്പുണ്ട്. അപ്പോൾ കുറച്ച് കഴിയുമ്പോഴാണ് മയിലിനെ കാണാൻ പറ്റി. മയിലാണെന്നുണ്ടെങ്കിൽ കുറച്ച് അകലെയാണ് ഇരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ചെറിയ മൊബൈൽ വെച്ച് നമ്മൾ പരമാവധി സൂം ചെയ്താണ് നമ്മൾ എടുക്കുന്നത്. എങ്കിലും എല്ലാവരെയും കാണാൻ പറ്റുന്നുണ്ടെന്നുള്ള വിശ്വാസത്തിലാണ് കേട്ടോ. നമ്മുടെ ഈ ചെറിയ മൊബൈൽ വെച്ചാണെങ്കിൽ നമ്മൾ കാണുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ വീഡിയോസായിട്ട് നമ്മൾ ഇടാറുണ്ട് കേട്ടോ. പല കാര്യങ്ങൾ നമ്മൾ കാണുന്നതൊക്കെ ഇവിടെ നിന്ന് കാണുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ എല്ലാ കാര്യങ്ങളും വീഡിയോസായിട്ട് നമ്മൾ ഇടാറുണ്ട്. അപ്പം മയിലിനെ ഫസ്റ്റ് തന്നെ നമ്മൾ കണ്ടിട്ടാ. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാലാണ് എല്ലാം കാണാൻ പറ്റുമെന്നൊക്കെ പറഞ്ഞത്. അപ്പോൾ ഇവിടെ ഇഷ്ടംപോലെ മയിലുണ്ടെന്നൊക്കെയാണ് പറഞ്ഞത്. നമ്മൾ സാധാരണ കാണുന്ന ഇതാണ് നമ്മുടെ കുരങ്ങുകൾ ഇഷ്ടംപോലെ നമുക്ക് നമ്മുടെ സൈറ്റിനടുത്തൊക്കെ വരാറുള്ളതാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് കുരങ്ങുകളിനെ നമ്മൾ അത്ര ഗവനിക്കണില്ല. പിന്നെ അടുത്തതായി കണ്ടത് മാനാണ് കേട്ടോ. മാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1-2 മാനല്ല കേട്ടോ, മാൻ്റെ ഒരു കൂട്ടം തന്നെയാണ് നമ്മൾ കണ്ടത് കേട്ടോ. ഇഷ്ടം പോലെ മാനുകളാണ് അവിടെ നമ്മുടെ സൈറ്റിൻ്റെ തൊട്ടടുത്ത് തന്നെ, കാർക്കുടി എന്ന് പറഞ്ഞ സൈറ്റിൻ്റെ തൊട്ടടുത്ത് തന്നെ വന്നത് കേട്ടോ. അപ്പോൾ സ്ഥിരമായിട്ട് വരാറുണ്ടെന്ന് പറഞ്ഞാലും നമ്മളെ ഇതൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും മെയിനായിട്ട് നമുക്ക് താല്പര്യം തോന്നിയത് കേട്ടോ അങ്ങോട്ട് പോകാനായിട്ട്. ഇല്ലെന്നുണ്ടെങ്കിൽ ഈ പള്ളിയുടെ വർക്ക് ചെയ്യുന്ന ഞങ്ങൾ പോകില്ലെന്നാണ് പറഞ്ഞതെങ്കിലും കുറച്ച് കാഴ്ചകളൊക്കെ നിങ്ങളെ കാണിച്ചു തരാമെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളെ കൊണ്ടുപോയത് തന്നെ. എങ്കിലും ഈ ഒരു കാഴ്ച നമ്മളെ തന്നെ അത്ഭുതപ്പെടുത്തുന്നത് തന്നെയായിരുന്നു കേട്ടോ. നമ്മുടെ നാട്ടിൽ ആടൊക്കെ നടക്കണ പോലെയാണ് അവിടെ മാൻ നടക്കണത്. ഇഷ്ടം പോലെ മാൻ റോട്ടിൽ കൂടിയാണ് കേട്ടോ ഇതൊക്കെ നടക്കുന്നത്. റോഡ് സൈഡിൽ തന്നെയാണ് ഇതൊക്കെ നടക്കുന്നത്. അപ്പോൾ നമ്മൾ ചില സമയത്തൊക്കെ നമ്മൾ ടൂർ പോയാൽ പോലും ചിലപ്പോൾ ഇതേപോലെ ഒന്നും കാണാൻ പറ്റില്ല. ടൂർ പോയാൽ പോലും ചിലപ്പോൾ കാണാൻ പറ്റാൻ സാധ്യത കുറവാണ്. നമ്മൾ അത് വെറുതെ പോകുന്ന സമയത്ത് പല സ്ഥലത്തും ടൂർ പോയപ്പോൾ ഒന്നും കണ്ടിട്ടില്ല, അതുകൊണ്ടാണ് കേട്ടോ. അപ്പം മാൻ്റെ ഒരു കൂട്ടം തന്നെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ എങ്ങനെയുണ്ട് ഈ മാൻ്റെ കൂട്ടം നിങ്ങൾ ഇതേപോലെ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കണ്ട കേട്ടോ.